പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. BJP കൊപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. BJP കൊപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവുമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രം കോൺഗ്രസ് ഭരണത്തിൽ വന്നില്ലെങ്കിൽ അവരുടെ അവസാനമായ അവരോട് ബന്ധപ്പെട്ടു അധികാരത്തിൽ വരാനുള്ള എളുപ്പ വഴിയായിട്ട് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ്, ജില്ലാ സെക്രട്ടറി ഗോപി പൂക്കോട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുനിൽ കുമാർ, സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം, ഇലക്ഷൻ വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഏതാണ്ട് മിക്കവാറും ഒരു 8-10 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. അത് കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ മിക്കവാറും ഏപ്രിൽ പകുതിയോട് കൂടിയിട്ട് ഒരു 10, 40, 50 എന്ന് കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക പറയുകയാണ്. കാരണം അവർ പോലും മനസ്സിലാക്കുന്നതാണ് BJP പറയുന്ന കാര്യങ്ങൾ പലതും ശരിയാണ്, പക്ഷേ കേരളത്തിൽ BJPക്ക് ഒരിക്കലും നേട്ടങ്ങൾ ഉണ്ടായിക്കൂടാ. അടുത്ത ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ 2-3 പത്രപ്രവർത്തകർ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, കേരളത്തിൽ ഇനി BJPയെ നമുക്ക് തടുത്തു നിർത്താൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ വിചാരിച്ചാൽ പോലും തടുത്തു നിർത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് കേരളത്തിന്റെ BJPയുടെ അവസ്ഥ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ BJP കടന്നു വരുന്നതിൽ നിന്ന് BJPയെ തടുത്തു നിർത്താൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ 2 മുന്നണികളെ കൂടാതെ കേരളത്തിലെ മാധ്യമങ്ങളും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം